കേരള രാഷ്ട്രീയത്തിലെ അതികായൻ വി.എസ്. അച്യുതാനന്ദൻ അന്തരിച്ചു. തിരുവനന്തപുരത്തെ എസ്.യു.ടി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. ജൂൺ 23-നായിരുന്നു ഹൃദയാഘാതം മൂലം അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ടാവുകയും മരുന്നുകളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആരോഗ്യനില മോശമാവുകയായിരുന്നു. വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് ദീർഘനാളായി വീട്ടിൽ വിശ്രമത്തിലിരിക്കെയാണ് കഴിഞ്ഞ മാസം ഹൃദയാഘാതമുണ്ടായത്. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിലും കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷമുള്ള തൊഴിലാളി സമരങ്ങളുടെ കാലത്തും ജനമനസ്സുകളിൽ പ്രശോഭിച്ച വ്യക്തിപ്രഭാവമായിരുന്നു വി.എസിൻ്റേത്. വി.എസ്. തികഞ്ഞ രാഷ്ട്രീയ ധാരണയുള്ള ഒരു ജനനേതാവായി വളർന്ന് വികസിച്ച് ജനങ്ങളെ തന്നോടൊപ്പവും അതുവഴി പാർട്ടിയോടൊപ്പവും ചേർത്തുപിടിച്ചു. 1923 ഒക്ടോബർ 20 ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായാണ് വി.എസ്. ജനിച്ചത്. 4-ാം വയസ്സിൽ അമ്മയും 11-ാം വയസ്സിൽ അച്ഛനും നഷ്ടപ്പെട്ടു. അതുകൊണ്ടുതന്നെ 7-ാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്നു. തുടർന്ന് മൂത്ത സഹോദരനെ സഹായിക്കാൻ ഗ്രാമത്തിലെ തുന്നൽ കടയിൽ ജോലിക്ക് നിന്നു. അതിനുശേഷം കയർ ഫാക്ടറിയിലും തൊഴിലാളിയായി പ്രവർത്തിച്ചു. കുട്ടനാട്ടിൽ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് വി.എസ്. അച്യുതാനന്ദൻ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ആദ്യഘട്ടം പിന്നിട്ടത്. പി. കൃഷ്ണപിള്ളയുടെ ഉപദേശമനുസരിച്ചായിരുന്നു വി.എസ്. കുട്ടനാടൻ മേഖലയിൽ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത്. തുടർന്ന് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലേക്കും അവിടെ നിന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്കും എത്തിച്ചേരുകയായിരുന്നു. അമേരിക്കൻ മോഡലിനു വേണ്ടിയുള്ള സർ സി.പി. രാമസ്വാമി അയ്യരുടെ കാഴ്ചപ്പാടിനെതിരായി ആലപ്പുഴയിൽ നടന്ന പുന്നപ്ര വയലാർ പ്രക്ഷോഭത്തിന്റെ സംഘാടനത്തിന്റെ മുൻനിരയിൽ വി.എസ്. ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് 1946 ഒക്ടോബർ 28 പോലീസ് പിടിയിലായി. പൂഞ്ഞാർ ലോക്കപ്പിൽ വെച്ച് ഭീകരമായ മർദ്ദനമേൽക്കേണ്ടി വന്നു. മർദ്ദനത്തിനിടെ തോക്കിന്റെ ബയണറ്റ് കാൽവെള്ളയിൽ ആഴ്ന്നിറങ്ങി. ഇത്തരം അനേകം കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. 5 വർഷവും 6 മാസവും ജയിൽ ജീവിതവും 4.5 വർഷം ഒളിവ് ജീവിതവും നയിച്ചിട്ടുണ്ട്. 1967 സർക്കാർ പാസാക്കിയ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കാൻ വമ്പിച്ച പ്രക്ഷോഭം ഉയർത്തേണ്ടി വന്നു. 1970 സുപ്രസിദ്ധമായ ആലപ്പുഴ പ്രഖ്യാപനത്തിലൂടെ ഈ നിയമം പാസാക്കാനുള്ള പോരാട്ടം പ്രഖ്യാപിക്കപ്പെട്ടു. ആ സമരത്തിന്റെ നേതൃനിരയിൽ നിന്ന സഖാവായിരുന്നു വി.എസ്. എണ്ണമറ്റ സമരങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ നേതൃത്വം നൽകിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ഏറെ ജനശ്രദ്ധ ആകർഷിച്ചവയായിരുന്നു. 1938 തൊഴിലാളി യൂണിയൻ പ്രവർത്തനത്തിലൂടെ സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായി. 1940 വി.എസ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാകുന്നത്. 1957 അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പറായി. 1964 നാഷണൽ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്ന 32 അംഗങ്ങളിൽ ഒരാളായിരുന്നു വി.എസ്. 1980 മുതൽ 1992 വരെ CPIM കേരള സംസ്ഥാന സെക്രട്ടറിയായിരുന്നു. 1985 പോളിറ്റ് ബ്യൂറോ അംഗമായി. ദേശാഭിമാനി പത്രത്തിന്റെയും ചിന്തവാരികയുടെയും ചീഫ് എഡിറ്ററായും പ്രവർത്തിച്ചിട്ടുണ്ട്. 1967, 1970, 1971, 2001, 2006 വർഷങ്ങളിൽ നിയമസഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചു. 1992 മുതൽ 96 വരെയും 2001 മുതൽ 2006 വരെയും കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവായും പ്രവർത്തിച്ചു. 2006 മെയ് 18 വി.എസ്. കേരളത്തിലെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. വി.എസിന്റെ വേർപാട് രാഷ്ട്രീയത്തിനും കേരളത്തിനും നികത്താൻ കഴിയാത്ത വിടവാണ്.